ഹായ് ഓൾ. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലെറ്റർ റൈറ്റിംഗ് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ കാണുന്ന ലെറ്റർ റൈറ്റിംഗ് ഏതാണ്? ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആണ് അല്ലേ, ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പൊ ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? സ്ട്രക്ചറിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? ലാംഗ്വേജിന് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇൻഫോർമൽ ആകുമ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എഴുതുന്ന ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒരു ഇൻഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ നോക്കുക, ആദ്യം തന്നെ നിങ്ങളൊരു ബോക്സ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ ബോക്സ് വരയ്ക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല, നമ്മുടെ ലെറ്റർ കാണാൻ ഒരു ഭംഗി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയച്ച ആളുടെ പേര് നിങ്ങളല്ലേ അയക്കുന്നത്, അപ്പം നമ്മൾ സെൻറ്ററിൻ്റെ അഡ്രസ്സ് എഴുതും. ഓക്കെ, അപ്പോൾ സെൻറ്ററിൻ്റെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈൻ വിടും. ഓക്കെ, കുറച്ചൊരു ഭംഗി വേണ്ടേ, അപ്പോൾ നമ്മളൊരു ലൈൻ വിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കും. യെസ്, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്പേസ് വിടും. ഓക്കെ, ഒരു ലൈനോളം വിടും. എന്നിട്ട് നമ്മൾ ഡിയർ ഫ്രണ്ട്, ഡിയർ മാർത്ത, ഡിയർ മറിയ എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് ആ സാല്യൂട്ടേഷൻ കൊടുക്കും. ആ ഡിയർ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ലെറ്ററിലേക്ക് കടക്കുമ്പോൾ ലെറ്ററിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും? എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ലെറ്ററിനെ? നിനക്ക് സുഖമല്ലേടാ, നീ ചായയൊക്കെ കുടിച്ചോ, വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നോ, നിങ്ങൾ വെക്കേഷൻ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അത്തരം ഡീറ്റെയിൽസ് സുഖാന്വേഷണം നടത്താം. ഓക്കെ, ഹൗ ആർ യു, ഐ എം ഡൂയിങ് ഗ്രേറ്റ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ലെറ്റർ ഇൻട്രോ കൊടുക്കുക. അത് കഴിഞ്ഞ് എന്തിനാണ് കത്ത് എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിങ്ങളുടെ ആ ഒരു കത്തിൻ്റെ കോണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അവസാനം പറയാടാ, ഐ മിസ് യുടാ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായനെ, നീ ഇവിടെ ഇല്ലല്ലോ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, നീ പെട്ടെന്ന് തന്നെ എനിക്ക് ഇതിൻ്റെ റിപ്ലൈ അയക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ആ ഒരു ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സൈൻ ഓഫ് ചെയ്യുക. അപ്പോൾ സൈൻ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യോസ് എന്ന് എഴുതുമ്പോൾ എപ്പോസ്ട്രോഫി ഇടാൻ പാടില്ല. എപ്പോസ്ട്രോഫി ഇല്ലാണ്ട് യോസ് എന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മറിയയ്ക്ക് ഒരു കത്ത് എഴുതുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും എന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പോളിയുടെ അഡ്രസ്സ് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ആ സ്പേസ് ഇട്ടിട്ട് ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡിയർ മറിയ നമ്മൾ സാല്യൂട്ടേഷൻ കൊടുത്തു. സാല്യൂട്ടേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് എഴുതാൻ തുടങ്ങി? ഞാൻ എന്തിനാണ് ഈ കത്ത് എഴുതുന്നതെന്ന് എഴുതണ്ടേ? ഐ എം ഷുവർ വി ഹാവൻറ്റ് ടോക്ക്ഡ് ബിഫോർ. ഐ നോ ദാറ്റ് യു ഹാവ് സെൻഡ് മൈ ഹസ്ബൻഡ് എ ബുക്ക് ടു ടീച്ച് മീ റീഡിങ്. ബൈ ദിസ് യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ എം പോളിയ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ പോളിയാണ്, നീ എൻ്റെ ഹസ്ബൻഡിന് ഒരു ബുക്ക് അയച്ചിരുന്നു, ഐ എം റിയലി താങ്ക്ഫുൾ, ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, മൈ ഹസ്ബൻഡ് ഹെൽപ്പ് മീ ലേൺ ലാംഗ്വേജ് വിത്ത് യുവർ ബുക്ക് ആൻഡ് നൗ ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു റൈറ്റ് എ ലെറ്റർ ടു യു. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. ഐ ലൈക്ക് ദ പെർഫ്യൂം ഇൻ യുവർ ലെറ്റർ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തു. എന്നിട്ടോ യോർസ് ലവിംഗ്ലി പോളിയ, നിങ്ങൾക്ക് എന്തും പറയാം. യുവർ ഫ്രണ്ട് പോളിയ എന്ന് പറയാം, യോസ് പോളിയ എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുത്തിട്ട് അത് എന്ത് ചെയ്യുക? അത് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതേണ്ടതെന്ന് ഫുൾ ക്ലിയർ അല്ലേ, മനസ്സിലായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് ഇതിൻ്റെ താഴെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറിൻ്റെ പേര് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.